എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കമ്പോണൻസ് ഓഫ് ബിൽഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബിൽഡിംഗ് ക്യാൻ ബി മെയിൻലി ഡിവൈഡഡ് ഇൻ ടു ഹൗ മെനി കമ്പോണൻസ്? ബിൽഡിംഗ് എത്ര കമ്പോണൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2, 3, 6, 8. ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് മൂന്ന് കമ്പോണൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് മൂന്നെണ്ണം? ഒന്ന് സബ്സ്ട്രക്ചർ, ഒന്ന് പ്ലിന്ത്, ഒന്ന് സൂപ്പർ സ്ട്രക്ചർ. സബ്സ്ട്രക്ചർ, പ്ലിന്ത്, സൂപ്പർ സ്ട്രക്ചർ, അങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് ഒരു ബിൽഡിങ്ങിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എനിത്തിങ് ബിലോ ഗ്രൗണ്ട് ലെവൽ ഈസ് സബ്സ്ട്രക്ചർ ആൻഡ് അബവ് ഇറ്റ് ഈസ് സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, D.P.C അല്ലെങ്കിൽ ഡാമ്പ് പ്രൂഫ് കോഴ്സ് ഈസ് മെയിൻലി ലേഡ് ഓൺ. D.P.C എവിടെയാണ് ലേഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഫൂട്ടിങ്, ഫ്ലോറ്, ഫൗണ്ടേഷൻ, പ്ലിന്ത്. D.P.C ഈസ് മെയിൻലി ലേഡ് ഓൺ എവിടെയാണ്? പ്ലിന്തിലാണ് D.P.C ലേഡ് ചെയ്തിട്ടുണ്ടാവുക. പ്ലിന്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ലൈൻ ബിറ്റ്വീൻ സബ് ആൻഡ് സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിനെയും സബ്സ്ട്രക്ചറിനെയും വേർതിരിക്കുന്ന ലൈനാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ D.P.C എവിടെ ലേഡ് ചെയ്യുന്നത്? പ്ലിന്തിലാണ് ലേഡ് ചെയ്യുന്നത്. If D.P.C is laid on the top of plinth level, moisture penetration to the superstructure can be avoided. അപ്പോൾ നമ്മൾ ഈ പ്ലിന്ത് ലെവലിൽ D.P.C കൊടുക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ സൂപ്പർ സ്ട്രക്ചറിലേക്കുള്ള നമ്മുടെ മോയ്സ്ചർ പെനിട്രേഷനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലോർ ഇൻ എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിലെ ഫ്ലോർ എന്ന് പറയുന്നത് സെപ്പറേറ്റ്സ് ലെവൽസ് ഈസ് ലെയ്ഡ് ബിലോ പ്ലിന്ത്, കണ്ടെയ്ൻസ് R.C.C, ഹാസ് തിക്നെസ് ഓഫ് 10 cm. ഫ്ലോർ ഇൻ എ ബിൽഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തത് എന്താ? ഇറ്റ് സെപ്പറേറ്റ്സ് ലെവൽസ് അല്ലേ. ഒരു ബിൽഡിങ്ങിലെ ഫ്ലോർ എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലെവൽ സെപ്പറേറ്റ് ചെയ്യാം, സെപ്പറേറ്റ്സ് ലെവൽ. ഓക്കെ. ഫ്ലോർ ഈസ് ലെയ്ഡ് അബവ് പ്ലിന്ത് ലെവൽ. പ്ലിന്ത് ലെവലിൻ്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രെഡ് ഓൺ കീപ് ഫർണിച്ചർ, ഹൗസ് ഹോൾഡ് ആൻഡ് അതർ ഐറ്റംസ്. ഇറ്റ് ഓൾസോ ഡെമാക്രേറ്റ്സ് ലെവൽസ് ഓഫ് എ ബിൽഡിംഗ്. PCC is done on the flooring and it is usually 4 cm thick. അപ്പോൾ PCC ആണ് ഫ്ലോറിങ്ങിന് കൊടുക്കുന്നത്. തിക്നെസ് എത്രയാണ് പറയുന്നത്? 4 cm ആണ് അതിൻ്റെ തിക്നെസ് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ബിലോ ഈസ് കൺസ്ട്രക്റ്റഡ് അബവ് ഡോർസ് ആൻഡ് വിൻഡോസ്? ഡോർസിൻ്റെ വിൻഡോസിൻ്റെ മുകളിൽ കൺസ്ട്രക്ട് ചെയ്യണത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ജോയിസ്റ്റ്, പർലിൻ, ലിൻറ്റൽ ആൻഡ് ആർച്ച്. ഇതിലേതാണ് ഡോർസിൻ്റെ വിൻഡോസിൻ്റെ മുകളിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ലിൻറ്റലാണ് അല്ലേ. വിൻഡോസ് ആൻഡ് ഡോർസ് ആർ ഓപ്പണിങ്സ് ഇൻ എ വാൾ. ഒരു വാളിൻ്റെ ഓപ്പണിങ്സ് ആണ് വിൻഡോസും ഡോർസും എന്ന് പറയുന്നത്. ടു സപ്പോർട്ട് ദ ഓവർലേയിങ് ബ്രിക്സ് എ സ്ട്രക്ചർ ഇസ് ബിൽറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഓപ്പണിംഗ്. ഇറ്റ് ഈസ് കോൾഡ് ലിൻറ്റൽ. ഓക്കെ. അപ്പോൾ ഈ ഡോറിൻ്റെ വിൻഡോസിൻ്റെ ഒക്കെ താഴെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ലിൻറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെവൽ ബിലോ വിൻഡോ ഈസ് കോൾഡ്? വിൻഡോൻ്റെ തൊട്ട് താഴെയുള്ള ലെവലിനെ പറയുന്ന പേരെന്താണ്? പെയിൻ ലെവൽ, ലിൻറ്റൽ ലെവൽ, സിൽ ലെവൽ, പ്ലിന്ത് ലെവൽ. സിൽ ലെവൽ എന്നാണ് ആ ലെവലിനെ പറയുന്നത്. വിൻഡോൻ്റെ തൊട്ട് താഴെയുള്ള ലെവലിനെ പറയുന്ന പേരെന്താണ്? സിൽ ലെവൽ. The wall below window needs to support the weight of the window or opening and it is keep it steady. This level is called sill level. Okay. അപ്പോൾ എന്താ പറയുക, വിൻഡോൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു വാളിൽ ഈ വിൻഡോസ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഈ വെയിറ്റ് ഒക്കെ താങ്ങാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ആ ലെവലിനെയാണ് നമ്മൾ പറയുന്നത് സിൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. വാൾ ഈസ് മെയിൻലി ഓഫ് ഹൗ മെനി ടൈപ്സ്? എത്ര ടൈപ്പ് വാളാണുള്ളത്? 3, 2, 5, 6. 2 ടൈപ്പ് വാളാണുള്ളത്. ബേസ്ഡ് ഓൺ ദ കപ്പാസിറ്റി ഓഫ് വാൾസ് ടു ക്യാരി എ ലോഡ് ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്. അപ്പോൾ 2 ടൈപ്പ്, ഒന്ന് ലോഡ് ബെയറിങ്ങും ഒന്ന് നോൺ ലോഡ് ബെയറിങ്ങും. ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്നത് ലോഡ് ബെയറിങ്, ചെയ്യാൻ പറ്റാത്തത് നോൺ ലോഡ് ബെയറിങ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാൾ ഈസ് യൂസ്ഡ് ടു റെസിസ്റ്റ് ലാറ്ററൽ ഫോഴ്സസ് ലൈക്ക് സിവിയർ വെൻറ്റ്. ഏത് വാളാണ് ഇതിൽ താഴെ നിന്നുള്ള ഏത് വാളാണ് വിൻഡ് ഒക്കെ റെസിസ്റ്റ് ചെയ്യുന്നത്? വിൻഡിൽ നിന്നുള്ള ലാറ്ററൽ ഫോഴ്സ് ഒക്കെ റെസിസ്റ്റ് ചെയ്യുന്നത്? നീ വാള്, ക്യാവിറ്റി വാള്, ഇൻഫിൽ വാള്, ഷിയർ വാള്. ഇതിൽ ഏത് വാളായിരിക്കും വിൻഡിലുള്ള ലാറ്ററൽ ഫോഴ്സസ് റെസിസ്റ്റ് ചെയ്യുന്നത്? ഷിയർ വാളാണ് റെസിസ്റ്റ് ചെയ്യുക. ഷിയർ വാൾ ഇസ് എ ലോങ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ജസ്റ്റ് ലൈക്ക് ദാറ്റ് എലിവേറ്റർ. ഇറ്റ് ഹാസ് എൻ എക്സലൻറ്റ് സ്ട്രെങ്ത് ആൻഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹെവി വിൻഡ്സ് ആൻഡ് എർത്ത്. ഷിയർ വാൾ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ജസ്റ്റ് ലൈക്ക് ആൻ എലിവേറ്ററിനെ പോലെയുള്ള ഒരു ടൈപ്പാണ് വരുന്നത്. അതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്ട്രക്ചറാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് വിൻഡൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഷിയർ വാൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് പാരപ്പറ്റ്സ് അതർ? എത്ര ടൈപ്പ് പാരപ്പറ്റ്സ് ആണുള്ളത്? 4 ടൈപ്പ് പാരപ്പറ്റ്സ് ആണുള്ളത്. പ്ലെയിന്, പെർഫോറേറ്റഡ്, പാനൽഡ് ആൻഡ് എംബാറ്റിൽഡ്. പ്ലെയിന്, പെർഫോറേറ്റഡ്, പാനൽഡ് ആൻഡ് എംബാറ്റിൽഡ്. Plain parapet is a solid masonry
പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു സോളിഡ് മാസിനറി ആണ്. പെർഫോറേറ്റഡ് എന്ന് പറയുന്നത് ഹോൾസ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ്. പിന്നെ പാനൽ എന്ന് പറഞ്ഞാൽ എന്താ? പാനൽ കൺസിസ്റ്റ് ഓഫ് പാനൽ ജോയിൻഡ് ടുഗദർ. ഡിഫറെൻറ്റ് പാനൽസ് ജോയിൻ ചെയ്ത ടൈപ്പാണ് പാനൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എംബാറ്റിൽ എന്ന് പറഞ്ഞാൽ ദേ ആർ പിയേഴ്സ്ഡ്. ഓക്കെ, അപ്പോൾ 4 ടൈപ്പാണുള്ളത്: പ്ലെയിന്, പെർഫോറേറ്റഡ്, പാനൽഡ് ആൻഡ് എംബാറ്റിൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഔട്ടർ പ്രൊജക്ഷൻ ഓൺ ദ ത്രെഡ് ഓഫ് എ സ്റ്റെയർ. ഒരു സ്റ്റെയറിൻ്റെ ത്രെഡ് ഓഫ് ദി സ്റ്റെയറിൻ്റെ ഔട്ടർ പ്രൊജക്ഷനെ പറയുന്ന പേരെന്താ? ഗോയിങ്, ഔട്ട്ക്രോപ്പ്, ബൾജ് ആൻഡ് നോസിങ്. നോസിങ് എന്നാണ് പറയുന്നത്. പ്രൊജക്ഷൻ ഓൺ ദ ത്രെഡ് ഓഫ് എ സ്റ്റെയറിനെ പറയുന്ന പേരെന്താ? നോസിങ്. എ സ്മോൾ പ്രൊജക്ഷൻ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ത്രെഡ് ഓഫ് എ സ്റ്റെയർ. ത്രെഡ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 1 സ്റ്റെപ്പ്. സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. നോസിങ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദാറ്റ് ലിറ്റിൽ പ്രൊജക്ഷൻ. ആ ലിറ്റിൽ പ്രൊജക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേമാണ് നോസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.